ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് കാണാം കേട്ടോ. ഞങ്ങളിന്ന് മലയാലപ്പുഴ അമ്പലത്തിൽ പോവാം, പത്തനംതിട്ട. എണീറ്റതേ ഉള്ളൂ. ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആവുന്നതിൻ്റെ വീഡിയോ ഒന്നുമില്ല. അമ്മയും ഞാനും അനിയത്തിയും കുഞ്ഞും അച്ഛനും കൂടിയാണ് പോയത്. അച്ഛൻ്റെ ഓട്ടോയിലാണ് പോയത്. കാരണം ഇനി നാട്ടിൽ പോകുന്നതിന് മുന്നേ അമ്പലങ്ങളിൽ കുറച്ചൊക്കെ പോകാനുണ്ട്. അങ്ങനെ പോവുകയാണ്. എല്ലാവട്ടം വന്നിട്ട് പോകും. ഓട്ടോൻ്റെ സൈഡ് കവർ മൂടി വെച്ചതിന് ആദ്യമോൾ അവിടെ പിണങ്ങിയിരിക്കുക, അത് തുറക്കാത്തതിന്. കാരണം നല്ല മഴയും പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൂടി ഇട്ടതിന് പിണങ്ങി മാറിയിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കടപ്പുറം മാന്നാറാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ വേണം. ശരിക്കും ഇനി ഉള്ളേരികളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള കാഴ്ചകളുണ്ട്. പിന്നുള്ള വഴികളെല്ലാം കയറ്റമാണ്. നല്ല കയറ്റത്തിലൂടെ താഴോട്ട് നിൽക്കുന്ന നമുക്കൊരു പേര് തോന്നും, അതുപോലെ കയറ്റമാണ്. അതുകൊണ്ട് ഇപ്പം ഇവിടെ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. മലയാലപ്പുഴ പോയവർക്കെല്ലാം അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതിനിടെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയലും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല രസം. കുറേ നാൾക്ക് ശേഷം. എപ്പോഴും ഒന്നും എല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകത്തില്ല. പിന്നെ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ പോയല്ലേ വരത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കണ്ടോ, ഈ ഇറക്കത്തിലോട്ടൊക്കെ വീണ എൻ്റെ പൊന്നോ ഓർക്കണ്ട, നമുക്ക് പേടി വരും. അവിടെ സൈഡിലൊക്കെ നിന്ന് നോക്കുമ്പോഴേ നല്ല ശക്തിയുള്ള ദൈവമാട്ടോ. പോകാത്തവർ പോകണം, അതൊന്ന് കാണേണ്ടത് തന്നെ. വലിയ അമ്പലം. ഇങ്ങനെ മലമ്പ്രദേശവും ഇതുപോലുള്ളടമായതുകൊണ്ട് ഒരുപാട് സ്പീഡിലല്ല, വളരെ സ്പീഡ് കുറച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റബ്ബറും തോട്ടമൊക്കെ കാണാനും ഇതൊക്കെ കാണാൻ ഭംഗിയുണ്ടായാലും പക്ഷെ ആ താഴോട്ടുള്ള ആ ചെരുവിലൊക്കെ വീടുകളുണ്ടാവും. അതൊരു അതിശയമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഭയമാണ് അത്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ റൊണാൾഡോയുടെ ഒരു ഫ്ലെക്സ് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു കേട്ടോ. ചുമ്മാ ഒരു രസം. അമ്പലത്തിനോട് അടുക്കുമ്പോഴാണ് ഇതുപോലുള്ള വിളക്ക് കടകളും അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കടകളും ഒക്കെ അടുക്കുന്നതല്ലേ. അങ്ങനെ അമ്പലം എത്തി കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു മണം, ഞാൻ ആ മണം ആസ്വദിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ട അനിയത്തി എന്നെ കളിയാക്കി ചിരിക്കുവാണ്. എനിക്ക് ഇതുപോലുള്ള മണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നല്ല സാമ്പ്രാണിയും ഭക്തിയും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു മണം. നല്ല രസമല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു. ഞാൻ ചെന്ന ഉടനെ ക്യൂവിൽ കയറി നിന്നു. പക്ഷേ അച്ഛനും അമ്മയാണെങ്കിൽ അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ക്യൂവിൽ നിന്ന് വെളിയിലിറങ്ങി രണ്ടാമത് ക്യൂവിൽ നിന്ന് തൊഴുതു. അച്ഛനും അമ്മയും വന്നിട്ട് അങ്ങനെ ക്യൂവിൽ നിന്ന് നന്നായി തൊഴുത ശേഷം വെളിയിലിറങ്ങി കഴിഞ്ഞ് പിന്നെ ആദ്യം നമുക്ക് കളിപ്പാട്ടത്തിലോട്ടായി നോട്ടം. അങ്ങനെ കളിപ്പാട്ടം വാങ്ങിച്ചു. പിന്നെ വള, എനിക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ കിട്ടുന്ന ഒരു 2 വളയാണ് ഞാൻ മേടിച്ചത്. ഒന്ന് സ്പ്രിങ്ങി വള മോഡൽ, പിന്നൊന്ന് വേറെ ഒരു പേരും കൂടി പറയും, ആ പേരെനിക്കറിയത്തില്ല. അത് കണ്ടപ്പോൾ എനിക്കിഷ്ടം. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ അമ്പലത്തിന് തൊട്ടപ്പുറത്തുള്ള കടയിൽ തന്നെ കയറി. ഞങ്ങൾ 4 പേരും മസാല ദോശയാണ് മേടിച്ചത്. പിന്നെ ഒരു സെറ്റ് പൊറോട്ടയും കുറുമയും മേടിച്ചു. തിരിച്ചു വരുന്ന വഴി സിഗ്നലിൽ നിന്നപ്പോൾ ഈ പള്ളി കണ്ടു. നല്ല ഭംഗിയായതുകൊണ്ട് അതും വീഡിയോ എടുത്തു. പിന്നെ അവിടെ നിന്ന് അമ്മ വീട്ടിലോട്ടാണ് നേരെ പോയത്. വണ്ടി നിർത്താറാവുന്ന ആ ഓട്ടോ കിടക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള വീടാണ് അമ്മ വീട്. അച്ഛൻ്റെ ഈ ഓട്ടോ കിടക്കുന്ന നെറ്റിപ്പട്ട ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. നല്ല രസമില്ലേ കാണാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. അവിടെ ചെന്ന് എല്ലാവരെയും കണ്ട് പെട്ടെന്ന് ഇറങ്ങി, കാരണം അച്ഛൻ ഓട്ടോ ഉണ്ടായിരുന്നു. അടുത്ത ഓട്ടത്തിനുള്ള വിളി വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഞാൻ ജനിച്ച ഹോസ്പിറ്റലേ ഉള്ളൊരു പണിയാണ്. ഇവിടെ ആകുമ്പോൾ അമ്മ പറഞ്ഞൊരു, മോനെ നിന്നെ പ്രസവിച്ചത് ഇവിടെയാണ്. എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് വീഡിയോ കൂടി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ എടുത്തതാട്ടോ. അങ്ങനെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു.